Good afternoon to all. Good afternoon, Good ma'am. afternoon, ma'am. Yeah, good afternoon. Okay. Start ചെയ്യാം നമുക്ക്. Start with the prayer, thought of day and sign. Prayer ഞാനാ മാം. Okay. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മാം. Okay, and then thought of the day or signing. What next? Hello, ma'am. Thought of the day ഞാനാ. Thought of the day. Kill the tension before tensions kill you. I repeated, kill the tension before tensions kill you. Thank you, ma'am. Okay, and the signing. Signing ഞാനാണ്. The power of a simple story. One day, I entered my class and saw my little students looking tired and bored. Instead of starting the lesson, I said softly, "Let me tell you a story." Their eyes immediately lit up. I began. Once there was a little seed who was afraid to grow. It stayed hidden in the soil until one day the rain whispered, "Don't be scared, you are meant to bloom." As I spoke, I saw smiles, curiosity, and even wonder on their faces. After the story, I asked, "So, what did the seed teach us?" A tiny voice said, "Not be scared to try, miss." That moment, I realized teaching isn't just about lessons or books. It's about touching hearts, building courage, and helping children bloom, just like that little seed. Thank you, ma'am. Okay. Okay. So how are you all? Fine, ma'am. Fine. ma'am. Okay. So are you ready for the class? Yeah. Ready. അപ്പൊ ഇന്ന് ആരാണ്, ഏത് ഗ്രൂപ്പ് ആണ്, ടോപ്പിക് ആണ്, പറയൂ. മാം, കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ ഫ്രേസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ അതിന്റെ കുറെ എക്സാമ്പിൾസും കൂടി പറയണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഞാൻ ആബ്സെന്റ് ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ ആ എക്സാമ്പിൾസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നു മാം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നൗൺ വെച്ച് നൗൺ ജസ്റ്റ് അറിയാമോ നൗൺ എന്താണെന്ന്? ഓക്കെ, ജേസ്റ്റ് ഓൾറെഡി പറഞ്ഞാണ്. ഫ്രേസ് പറയൂ കേട്ടോ. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. മാം, നൗൺ ഫ്രേസ് മനസ്സിലായിട്ടില്ല.
പറഞ്ഞുതരാം മാം. ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ നൗൺ ഫ്രേസ് ഗോപികയാണ്. ഇനി നൗൺ ക്ലോസ് ആരാ എടുക്കുന്നത്? പ്രസന്റ് ആണോ? ആരായിരുന്നു? പ്രസന്റ് ആണ്. ഓക്കെ, റെഡി അല്ലേ അക്ഷിത? ഓക്കെ, അപ്പൊ നൗൺ ഫ്രേസ് കഴിഞ്ഞ ഉടനെ അക്ഷിത ജോയിൻ ചെയ്യാം. അപ്പൊ നൗൺ ഫ്രേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഡൗട്ട്സിന് ക്ലിയർ ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം, എല്ലാം ചെയ്യണം കേട്ടോ. ഈ സംശയം ഉണ്ടെന്നൊക്കെ പറയരുത്. ഓക്കെ, ഓക്കെ ഗോപിക, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. ഇന്ന് നമുക്ക് നൗൺ ഫ്രേസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതായത് നൗൺ ജയശ്രീ പറഞ്ഞു തന്നു എന്താണ് നൗൺ, അതായത് മിസ് നമുക്ക് ക്ലാസ് എടുത്തു നൗൺ എന്താണെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല. ഇനി നൗൺ ഫ്രേസിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഫ്രേസ് എന്ന് പറയുന്നത്? പറയാമോ നിങ്ങൾക്ക്? എന്താണ് ഫ്രേസ്? ഫ്രേസ് എന്താണ്? PHRASE. എന്താണ് ഫ്രേസ്? ആരെങ്കിലും പറയാവുന്നവരൊന്ന് പറയൂ, ഫ്രേസ് എന്താണെന്ന്? അറിയില്ല? A group of words. അതെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, അപ്പോ പ്രധാന നാമത്തെ വിവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകൾ, അതാണ് എന്ത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നൗൺ ഫ്രേസ് എന്താണ്? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ടുഗദർ ആക്ട് ആസ് എ നൗൺ ഇൻ എ സെന്റൻസ്. അതായത് ഒരു സെന്റൻസിലെ നൗണിനെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നൗൺ ഫ്രേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വാക്കുകളാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? നൗണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ ആണേ? ഇനി നമ്മൾ പഠിക്കുന്നത് ഈ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. നൗൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു നെയിം ആവാം, ഒരു തിങ് ആവാം, ഒരു പ്ലേസ് ആവാം, എന്തിനേയും നമുക്ക് നൗൺ എന്ന് പറയാം. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന ആ കുറച്ച് വാക്കുകളുണ്ടല്ലോ, അത് എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം. എല്ലാ വാക്കുകളെയും കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ കൂടെ നിർത്തിയിട്ട് ഇതാണ് നൗൺ ഫ്രേസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അതിന്റെ കൂടെ നിൽക്കുന്ന വാക്കുകളെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ ആണോ? അത് ഏതൊക്കെയായിരിക്കാം? ആർട്ടിക്കിൾസ് വരാം. ഓക്കെ, ഒരു നൗൺ ഫ്രേസില് നൗണിന്റെ കൂടെ ആര് വരാം? ആർട്ടിക്കിൾസ്. എന്താണ് ആർട്ടിക്കിൾസ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലേ? എ ആൻഡ് ദ, അതാണ് ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ ആണ് എന്ത്? ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നൗണിന്റെ കൂടെ എന്ത് വരണം? ഒരു ആർട്ടിക്കിൾസ് ഉണ്ടാവാം. പിന്നെ അഡ്ജക്റ്റീവ്സ് ഉണ്ടാവാം. എന്താണ് അഡ്ജക്റ്റീവ്സ്? നമുക്കറിയാം, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലെ? നൗണിനെ നമുക്ക് ഇപ്പൊ നമ്മൾ പറയാണ് ബ്ലാക്ക് ഡോഗ് എന്ന് പറയുമ്പോൾ ഡോഗ് എന്ന് പറയുന്ന നൗണാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്വാളിഫൈ ചെയ്യുവാണ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വെച്ച് അല്ലെ? അപ്പൊ അതാണ് അഡ്ജക്റ്റീവ്. അപ്പോ അഡ്ജക്റ്റീവ് പറഞ്ഞു, നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞു. ഇനി നമുക്ക് പൊസസീവ് പ്രോനൗൺ വരാം. അതായത് മൈ, അങ്ങനെ പറയത്തില്ലേ? മൈ എന്ന് പറയത്തില്ലേ? എന്റെ, മൈ, അവർ, അതൊക്കെയാണ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. പിന്നെ എന്ത് വരാം? ആഡ്വർബ് വരാം. ആഡ്വർബ് എന്താണ് വരുന്നത്? ആഡ്വർബ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആഡ്വർബ് നമുക്ക് എന്തിന്റെ കൂടെ വരാം? നൗൺ ഫ്രേസിന്റെ കൂടെ വരാം. എന്താണ് ആഡ്വർബ് എന്ന് പറയുന്നത്? എന്താണോ ആഡ്വർബ്? അതെന്താണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആഡ്വർബ് എന്താണെന്ന്? വെർബിനെ വിശേഷിപ്പിക്കുന്നു. അതെ, വെർബിനെ വിശേഷിപ്പിക്കും. പക്ഷെ വെർബിനെ മാത്രമല്ല, നമുക്ക് അഡ്ജക്റ്റീവ്സിനെ കൂടെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ അതർ ആഡ്വർബിന്റെ കൂടെയും എന്താണ് ഇതിനെ വരുന്നത്, അങ്ങനെ അത് വിശേഷിപ്പിക്കുന്നത്. വെർബിനെ മാത്രമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ്സിനെ വിശേഷിപ്പിക്കും ആഡ്വർബ് ഉപയോഗിച്ച്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ നൗൺ ഫ്രേസിനകത്ത് ആഡ്വർബിന്റെ കാര്യം പറയുന്നത്. അപ്പോ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വാക്കുകളാണ്. അത് ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്? നൗണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
ഓക്കെ ആണോ? അപ്പോ ആ വേർഡ്സിനെ മോഡിഫൈ ചെയ്യുന്ന കുറെ ഇതുണ്ട്. പ്രോനൗൺസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, അഡ്ജക്റ്റീവ്സ് ഉണ്ട്, പൊസസീവ് പ്രോനൗൺ ഉണ്ട്, ആഡ്വർബ് ഉണ്ട്. അങ്ങനെ കുറച്ച് വാക്കുകൾ വരുന്ന കൂടി ചേരുന്നതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. മൈ ഫേവറേറ്റ് ടോയ്. ഇവിടെ നൗൺ എന്താണോ? മൈ ഫേവറേറ്റ് ടോയ് എന്ന് പറയാമോ അനുമോളെ? നൗൺ എന്താണ്? ടോയ് ആണ് അല്ലെ? ടോയ് ആണ്. അവിടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താണ് രേഷ്മ? ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ മൈ എന്താണ്? മൈ. ജയശ്രീ ഉണ്ടോ? ജയശ്രീ, മൈ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൈ അവർ പ്രൊസസീവ് നൗൺ. അതെ അതെ, പ്രൊസസീവ് പ്രോനൗൺ ആണ് മൈ. അപ്പൊ നിങ്ങൾ നോക്കിയേ, പ്രൊസസീവ് പ്രോനൗണും ഒരു അഡ്ജക്റ്റീവും നൗണിന്റെ കൂടെ ചേർന്നപ്പോൾ മൈ ഫേവറേറ്റ് എന്താണ് ടോയ് എന്നായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നൗണിന്റെ കൂടെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ചില എന്താണ് മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ. അതിനെ വെച്ചാണ് നമ്മൾ എന്താ പറയുന്നത് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? ഇപ്പൊ ഇതൊരു നൗൺ ഫ്രേസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി. ദ ബിഗ് ഡോഗ് എന്താണ്? ഇതൊരു നൗൺ ഫ്രേസ് ആണോ? ദ ബിഗ് ഡോഗ് നൗൺ ഫ്രേസ് ആണോ? ദ ബിഗ് ഡോഗ് അതെ, നൗൺ ഫ്രേസ് ആണ്. നൗൺ ഫ്രേസ് ആണ്. ദ ബിഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Noun phrase. ഡോഗ് നൗണും Dog noun. Big adjective. ആർട്ടിക്കിളും എന്നുള്ളത് ആർട്ടിക്കിൾ അല്ലേ? സ്റ്റെക്കായി ഗോപികേച്ചി. Dog noun. Big adjective. The article. ചേച്ചി സ്റ്റെക്കായി പോയി കേട്ടോ. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ കട്ടായി പോയായിരുന്നോ? സോറിടാ, സോറി. അത് ഇവിടുത്തെ വൈഫൈക്ക് എന്തോ ഇത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എവിടം വരെ കേട്ടു? ദ ബിഗ് ഡോഗ് വരെ കേട്ടു അല്ലെ? അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ബിഗ് എന്ന് പറയുന്നത് എന്താണ്? ഡോഗിനെ എന്ത് ചെയ്തേക്കുവാണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ബിഗ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഡോഗ് എന്താണ്? അപ്പോ ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ദ ബിഗ് ഡോഗ്. ഓക്കെ, ദ റെഡ് ആപ്പിൾ. ദ റെഡ് ആപ്പിൾ എന്താണ്? റെഡ് ആപ്പിൾ. അതിനകത്തൊന്ന് പറഞ്ഞേ, ദ റെഡ് ആപ്പിൾ. ഹസ്ന ഒന്ന് പറയൂ, ദ എന്താണ് അവിടുത്തെ? ദ ആർട്ടിക്കിള്, റെഡ് അഡ്ജക്റ്റീവ്, ആപ്പിള് നൗണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് വരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു മാറ്റവും ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലായേ എന്താണ് നൗൺ ഫ്രേസ് എന്ന്? എങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എഴുതിക്കോ. എ ബ്ലാക്ക് എലിഫന്റ്. A black elephant climbed the tree. അതായത് climb, CLIMB, climb the tree. എഴുതിയോ? ഇനി ഇത് ഈ ഒരു സെന്റൻസ് ആണ്, ഇതൊരു സെന്റൻസ് ആണ്. ഇതിൽ ഒന്ന് പറയാമോ നൗൺ ഫ്രേസ് ഏതാണെന്ന്? എ ബ്ലാക്ക് എലിഫന്റ് ക്ലൈംബ് ദ ട്രീ. അനുമോളെ പറഞ്ഞേ, എ ബ്ലാക്ക് എലിഫന്റ്. ആർട്ടിക്കിള്, ബ്ലാക്ക് അഡ്ജക്റ്റീവ്, ഡിഫൻസ് നൗണ്, ക്ലൈംബ് വെർബ് അല്ലേ? അതെ. അപ്പൊ ഏതാണ് ഈ സെന്റൻസില് ഒരു കൂട്ടം വാക്കുകളെ ചേർത്ത് പറയുന്നതാണ് നൗൺ ഫ്രേസ്. ഈ സെന്റൻസിലെ നൗൺ ഫ്രേസ് ഒന്ന് പറഞ്ഞ ഏതാണെന്ന്?
എല്ലാം വരില്ലേ? എല്ലാം വരില്ല. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ സെന്റൻസിലെ എ ബ്ലാക്ക് എലിഫന്റ് ക്ലൈംബ് ദ ട്രീ. ക്ലൈംബ് എന്താണ്? വെർബാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വെർബും ഓക്സിലറി വെർബും വരുന്നത് നമ്മളുടെ നൗൺ ഫ്രേസിൽ വരില്ല. ഓക്കെ, വെർബും ഓക്സിലറി വെർബും നൗൺ ഫ്രേസിൽ വരില്ല. ഓക്കെ ആണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ നൗണിനെ മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾസ് വരാം, അഡ്ജക്റ്റീവ്സ് വരാം, പൊസസീവ് പ്രൊനൗൺസ് വരാം, ആഡ്വർബ് വരാം, പ്രൊനൗൺസ് വരാം. പക്ഷേ വെർബോ ഓക്സിലറി വെർബോ നമ്മുടെ നൗൺ ഫ്രേസിൽ വരില്ല. മനസ്സിലായോ? വെർബ്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എ ബ്ലാക്ക് എലിഫന്റ് ക്ലൈംബ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ആന എന്ത് ചെയ്യാണ്? മരം കയറാണ് അല്ലെ? ക്ലൈംബ് ദ ട്രീ. അപ്പൊ അവിടെ ക്ലൈംബ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു നൗൺ ഫ്രേസിൽ വെർബ് വരില്ല. അപ്പൊ ഇവിടുത്തെ നൗൺ ഫ്രേസ് ആണ് എ ബ്ലാക്ക് എലിഫന്റ്. മനസ്സിലായോ? ഈ സെന്റൻസിലെ നൗൺ ഫ്രേസ് എന്താണ്? എ ബ്ലാക്ക് എലിഫന്റ്. ഇപ്പൊ കിട്ടിയോ? ഇനി ഓക്സിലറി വെർബ്. നിങ്ങൾക്ക് വെർബ് അറിയാം, നമ്മൾ മിസ് പഠിപ്പിച്ചതാണ്. V1 V2 V3 ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? വെർബ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഓക്സിലറി വെർബ്സ് എന്താണ്? ഓക്സിലറി വെർബ്സും ഇതിൽ വരില്ല. എന്താണ് ഓക്സിലറി വെർബ്സ്? എന്താണ്? കണക്റ്റിംഗ് വെർബ്സ്. വെർബിനെ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ആം, ഈസ്, ആർ, വാസ്, വെയർ, do, does, did, can, could, may, might, has, have, had, will, would, shall, should, dare, need, must, ought to, used to. ഇങ്ങനെ ഇംഗ്ലീഷിൽ 24 നമ്പേഴ്സ് ആണ് ഓക്സിലറി വെർബ്സ് ഉള്ളത്. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ വെർബ്സിനെ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക, നമ്മളുടെ ഇംഗ്ലീഷിൽ എത്ര വെർബ്സ് ഉണ്ട്? ഓക്സിലറി വെർബ്സ് 24 വെർബ്സ് ഉണ്ട്. ഓക്സിലറി വെർബ്സ് അത് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ നമുക്ക് മിസ് പറഞ്ഞു തരും. വെർബിനെ എങ്ങനെയാണ്, ഹാസ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇസ് എവിടെയാണ് കൊടുക്കേണ്ടത്, ആർ എവിടെയാണ് കൊടുക്കേണ്ടത്, ക്യാൻ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. നമുക്ക് അഥവാ ഇത് ചോദിക്കുമോ എന്ന് അറിയത്തില്ല, ചോദിച്ചാലും ചിലപ്പോൾ ഒരു ഇസ് എന്നുള്ള ഒരു ഓക്സിലറി വെർബ് ആയിരിക്കും നമുക്ക് വരിക, അല്ലെങ്കിൽ ഒരു ആർ എന്നുള്ള ഒരു ഓക്സിലറി വെർബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏകദേശം ആം, ഈസ്, ആർ, വാസ്, വെയർ, ക്യാൻ, കുഡ്, ഡു, ഡസ്, ഡിഡ്, ഹി, ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഓക്സിലറി വെർബായിട്ട്. മൊത്തം 24 ഓക്സിലറി വെർബാണ് ഉള്ളത്. അപ്പൊ ഈ ഓക്സിലറി വെർബും കൂടെ വെർബും വരുവാണെങ്കിൽ ആ സെന്റൻസിൽ നമുക്ക് നൗൺ ഫ്രേസിൽ എടുക്കരുത്. മനസ്സിലായോ? അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് നൗൺ ഫ്രേസ് മനസ്സിലാക്കാൻ ഇത്ര മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എന്താണ്? ഓക്സിലറി വെർബോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നൗൺ ഫ്രേസിന്റെ കൂടെ കയറ്റരുത്. നമുക്ക് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? ആഡ് വെർബ് വരാം, അത് അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാം, അതുകൊണ്ടാണ് ആഡ് വെർബ് വരുന്നത്. അഡ്ജക്റ്റീവ് വരാം, പ്രോനൗൺ വരാം അല്ലെ? പിന്നെ എന്ത് വരാം? എന്തൊക്കെ വരാം? ആർട്ടിക്കിൾസ് വരാം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യാൻ തരട്ടെ, ആൻസർ ചെയ്തിട്ട് പറയണം. ഓക്കെ, ദ ബിഗ് അംബർല ഈസ് വെരി കോസ്റ്റ്ലി. The big umbrella is very costly. എഴുതിയോ? The big umbrella is very costly. അപ്പോ പറഞ്ഞോളൂ, ഇതിനകത്ത് നോൺ ഫ്രേസ് ഏതാണ്? The big umbrella. അതെ, the big umbrella. ഓക്സിലറി വന്നു, ഈസ് ഓക്സിലറി വന്നു, അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഈസ് വെരി കോസ്റ്റ്ലി നമ്മൾ എഴുതണ്ട. നമ്മളോട് നൗൺ ഫ്രേസ് ആണ് ചോദിച്ചേക്കുന്നെങ്കിൽ ദ ബിഗ് അംബർല, ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ്. അംബർലയെ നമ്മൾ എന്താണ് ബിഗ് എന്ന് പറയുന്നത്? അതിനെ നമ്മൾ എന്ത് ചെയ്തേക്കുവാ? ക്വാളിഫൈ ചെയ്തേക്കുവാണ്, വലുതാണ് അല്ലെ? കൊട വലുതാണെന്ന്. അപ്പോ ദ ബിഗ് അംബർല. ഓക്കെ ആണോ? നൗൺ ഫ്രേസ് ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നൗൺ ഫ്രേസ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക, വെർബും ഓക്സിലറി വെർബും നൗൺ ഫ്രേസിൽ വരില്ല. ഓക്കെ, ഓക്കെ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ദ ബ്രൗൺ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്.
The brown cat is sleeping. പറഞ്ഞോളൂ ലുദിയ. The brown cat. The brown cat ആണ്. അത് കഴിഞ്ഞ് വരുന്ന is auxiliary verb ആണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് അതൊരു verb ആണ്. അതിനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് is എന്ന്. അപ്പോ ഈ സ്ലീപ്പിംഗ് വേണ്ട, the brown cat മാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയോ എന്താണ് noun phrase എന്ന്? കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഇനി തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പടപടാന്ന് ആൻസർ പറയൂ. ആൻസർ പറയാം. I have a very old house. ഇത് നിങ്ങൾ എങ്ങനെ പറയും നോക്കൂ. I have a very old house. I have a very old house. രമ്യ പറയാൻ പറ്റുമോ ഇതിന്റെ ആൻസർ? നൗൺ ഫ്രേസ് ഏതാണെന്ന്? Very old house. A very old house അല്ലെ? മിടുക്കി. A very old house ആണ് എന്ത് ഇവിടെ നൗൺ ഫ്രേസ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സെന്റൻസില് ആദ്യം വരാം, അവസാനവും വരാം. പിന്നെ ആദ്യവും അവസാനവും എന്തൊരു സെന്റൻസിൽ എന്തായിട്ട് വരാം? നൗൺ ഫ്രേസ് വരാം. ഓക്കെ, ഒരു തവണ മാത്രം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, 2 പ്രാവശ്യവും വരാം. ചിലപ്പോൾ ആദ്യം കാണും, ചിലപ്പോൾ അവസാനം കാണും. അങ്ങനെയും നോക്കാം. ഓക്കെ, ഇപ്പം പിടികിട്ടിയോ നൗൺ ഫ്രേസ്? അങ്ങനെയെങ്കിൽ ഈ ഐ ഹാവ് എ വെരി ഓൾഡ് ഹൗസ്, ഇതില് എ എന്താണ്? എ ആർട്ടിക്കിൾ ആണ്. വെരി എന്താണ്? വെരി വെർബ് അല്ല, ആഡ് വെർബ് ആണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണോ? റൈറ്റിംഗ് എന്താണ്? റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എഴുതുകയാണ്. ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ? അപ്പൊ അതല്ല ഇവിടെ, വെരി ആണ്. വെരി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആഡ് വെർബ് ആണ്. എന്താണ്? ആഡ് വെർബ് ആണ്. ഇനി ഓൾഡ് എന്താണ്? ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആഡ്ജെക്റ്റീവ് ആണ്. അതായത് നമ്മളുടെ നൗൺ ഇവിടെ ഹൗസ് ആയതുകൊണ്ട് നമ്മൾ അവരെ എല്ലാരെയും വിശേഷിപ്പിക്കുന്നു. അതെ, ഓൾഡ് ഹൗസ് ആണ്, പഴയ വീടാണ്. അപ്പോ ഇത്രയും കിട്ടിയോ നൗൺ ഫ്രേസ് എന്താണെന്ന്? കറക്റ്റ് ആയിട്ട് കിട്ടിയേ? ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത എക്സാമ്പിൾ, മൈ ന്യൂ ഫോൺ ഈസ് എക്സ്പെൻസീവ്. മൈ ന്യൂ ഫോൺ ഈസ് എക്സ്പെൻസീവ്. ഈ സെന്റൻസിലെ നൗൺ ഫ്രേസ് പറയാമോ അൻസുമോൾ? മൈ ന്യൂ ഫോൺ. മൈ ന്യൂ ഫോൺ. അത് കഴിഞ്ഞ് വരുന്നത് ഒരു ഓക്സിലറി ആണ്, ഇസ് അല്ലെ? അപ്പൊ അവിടെ വെച്ച് നമ്മൾ നിർത്തുക. ഓക്കെ, അത് നമ്മൾ പഠിക്കും. വെർബ് ഫ്രേസ് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇനി ഒരു സെന്റൻസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് പറഞ്ഞ്. അതൊക്കെ പഠിക്കും. ഇതിപ്പോ നൗൺ ഫ്രേസ് മാത്രമാണ് ഞാൻ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് പറയാണ്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞ് തിരിക്കുമ്പോൾ ഈ സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത്, അതായത് സബ്ജക്റ്റ് ആണ് നൗൺ ഫ്രേസ്. ഓക്കെ ആണോ? ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നൗൺ ഫ്രേസ്. അതൊരു കൂട്ടമായിട്ടാണ് വരുന്നത്. നൗണെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് തരാം, നിങ്ങൾ ചെയ്യാം, എന്നിട്ട് ആൻസേഴ്സ് പറയാം. ഓക്കെ, ഓരോരുത്തരുടെ പേര് ഞാൻ വിളിക്കാം. കുറച്ച് എക്സാമ്പിൾസ് ആദ്യം എഴുതുക. ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സാമ്പിൾസ് എഴുതിക്കോളൂ. The students in my class are very cooperative. The students in my class are very cooperative. അങ്ങനെ എഴുതണം, കോപ്പറേറ്റീവ്. അങ്ങനെയാണ് പറയണം. ഓക്കെ, the students in my class are very cooperative. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. A woman in the street shouted for help. A woman in the street shouted for help. A woman in the street shouted for help. Next question. She lives in a big house. She lives in a
big house. She lives in a big house. Next question. The big red house is on the hill. The big red house is on the hill. The big red house is on the hill. Hill, H-I-L-L, hill. We ate a delicious cake. We ate a delicious cake. Okay. ഒന്നുകൂടെ പറയോ ക്വസ്റ്റ്യൻ? ഒന്നുകൂടെ We പറയോ? ate, A-T-E, കഴിക്കുക. V1, V2, V3 പഠിച്ചില്ലേ അപ്പം? Ate, അതില് ate a delicious cake. A delicious cake. The old man sat on the bench. SAT ആണ്. The old man sat on the bench. Okay, ചെയ്തോളൂ. The old man sat on the bench. ചെയ്തു കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ആനുമോൾ തന്നെ ആദ്യത്തിനകത്തുള്ള പറഞ്ഞോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആ സെന്റൻസില് നമ്മൾ തന്നിരിക്കുന്ന നൗൺ ഫ്രേസ് ഏതാണെന്ന് പറഞ്ഞേ. The students in my class. അതെ, ദി സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ്, അതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. അത് കഴിഞ്ഞ് വരുന്ന 6 തൊട്ട് എന്താണ്, 6 ഒരു ഓക്സിലറി വെർബാണ്. അപ്പൊ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാ. രമ്യ മേനോത്ത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയൂ. എ വുമൺ ഇൻ ദ സ്ട്രീറ്റ് ഷൗട്ടഡ് ഫോർ ഹെൽപ്പ്. വെർബ് എവിടെയാണ് തുടങ്ങുന്നത് രമ്യ? അത് വെച്ചൊന്ന് നോക്കിയേ. Shouted. അതെ, അവിടെ വെച്ച് അത് എടുക്കരുത്. നമുക്ക് വെർബ് A woman in the street. A woman in the വുമൺ street. ഇൻ ദ സ്ട്രീറ്റ്. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? ഇപ്പൊ മനസ്സിലായോ? നമ്മൾ വെർബും നോക്കുക, ഓക്സിലറി വെർബും നോക്കുക. ആ സെന്റൻസിൽ അത് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണോ രമ്യ? ഓക്കെ ആണോ? Okay. ഓക്കെ Yes. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഷി ലീവ്സ് ഇൻ എ ബിഗ് ഹൗസ്. ഷി ലീവ്സ് ഇൻ എ ബിഗ് ഹൗസ്. ആരാ ഇനി പറയാ? ജയശ്രീ ഉണ്ടോ? ആ, ശരണ്യ പറഞ്ഞോളൂ. ഷി ലീവ്സ് ഇൻ എ ബിഗ് ഹൗസ്. A big house, noun phrase. ആ, എ ബിഗ് ഹൗസ് ആണ് നൗൺ ഫ്രേസ്. വെരി ഗുഡ്. അടുത്തത് ആരാ പറയാ? ദ ബിഗ് റെഡ് ഹൗസ് ഇൻ ഓൺ ദി ഹിൽ. ആര് പറയും? ഞാൻ ഞാൻ പറയാം. പറയാം. The red house Red ആണ് house. noun phrase. Noun house. ഓക്കെ, മിടുക്കികള്. എന്തായാലും സന്തോഷം. നിങ്ങക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഈ ദ ബിഗ് റെഡ് ഹൗസ് ആണ്. ഇസ് തൊട്ട് നമ്മുടെ ഓക്സിലറി വെർബാണ്. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾക്ക് തരുന്ന സെന്റൻസില് ഓക്സിലറി വെർബ് ഉണ്ടോ വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ആ ഭാഗം എടുക്കരുത്. മറ്റ് നൗണിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ആ ഒരു കൂട്ടം വാക്കുകൾ മാത്രം എടുക്കുക. ഓക്കെ ആണ്? വി ate a delicious cake. We ate, ലുദിയ പറഞ്ഞേ. We ate a delicious cake. ഡെലീഷ്യസ് കേക്ക് ആണ് വരുന്നത്. അതെ, a delicious cake ആണ് അല്ലേ? We ate എന്ന് പറഞ്ഞാൽ അവിടെ വെർബ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് a delicious cake ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? The old man sat on the bench. നികിത പറഞ്ഞേ. The old man sat on the bench. The old man, noun phrase. ആ, ദ ഓൾഡ് മാൻ ആണ് നൗൺ ഫ്രേസ്. സാറ്റ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുകയാണ് അല്ലേ? അത് ഒരു എന്താണ്? വെർബാണ്. ഓക്കെ, ഇപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? എക്സാമ്പിൾസിന്റെ ക്വസ്റ്റ്യൻസ് വേണോ? നിങ്ങൾ ചെയ്യുവോ? മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻസ് തരാം. ജസ്റ്റ് വേഗം ഒന്ന് എഴുതിക്കോളൂ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ ആൻസേഴ്സ് കേട്ടോ. The ink pot is empty. The ink pot is empty. The ink pot is empty. എഴുതിയല്ലോ. An elephant, an elephant, an elephant and an elephant and an ant. അതായത് ആനയും ഉറുമ്പും. അപ്പൊ നമ്മള് ആർട്ടിക്കിൾ ആൻ ആണല്ലോ ഉപയോഗിക്കേണ്ടത് അല്ലേ? An elephant and an ant are fighting.
are fighting. Okay. I saw a beautiful painting in the gallery. I saw a beautiful painting in the gallery. Next sentence. All the books on the shelf, all the books on the shelf are new. All the books on the shelf are new. Next question. The big brown dog barked loudly. The big brown dog barked loudly. Next, the big elephant is eating grass. The big elephant is eating grass. My new phone is very expensive. My new phone is very expensive. ഇതിനകത്ത് നിങ്ങളൊന്ന് പറയാം, ഇത് എവിടെ വെച്ച് നിർത്തും നിങ്ങള്? My new phone is very expensive. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറഞ്ഞോ. My new phone. ആ, അവിടെ വെരി വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. പക്ഷെ അവിടെ വെരി എന്താണ് വെച്ചിരുന്നത്? ആ വെരി എവിടെയാണ് വരുന്നത്? എ വെരി ഓൾഡ് എന്നാ പറഞ്ഞത് ഇല്ലേ? എ വെരി ഓൾഡ് ഹൗസ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അഡ്ജക്റ്റീവിനെയാണ് ആ വെരി വിശേഷിപ്പിച്ചത്. ഇവിടെ എന്താണ് വെരി? ഈസ് കഴിഞ്ഞ്, അതായത് നമ്മളുടെ ഓക്സിലറി വെർബ് കഴിഞ്ഞ് വെരി എക്സ്പെൻസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ മൈ ന്യൂ ഫോൺ ഈസ് വെരി എക്സ്പെൻസീവ്. മൈ ന്യൂ ഫോൺ ആണ് ഇവിടുത്തെ noun phrase. Okay. The tall man is standing near the bus stop. The tall man is standing near the bus stop. Okay. A beautiful garden is behind my house. A beautiful garden is behind my house. Those old books are very valuable. Those old books are very valuable. My little dog loves to play outside. My little dog loves to play outside. The big yellow bus stopped at the school gate. The big yellow bus stopped at the school gate. ഇത്രയും ഇത് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഏതാണ് noun phrase എന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ, noun phrase എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഒരു noun phrase എന്ന് പറയുന്നത്? ഒരു കൂട്ടം ആണ് അല്ലെ? അതായത് നമ്മളുടെ നാമത്തെ വിവരണം ചെയ്യുന്ന ഒരു കൂട്ടം വാക്കുകളാണ്. അത് നാമത്തിന്റെ തന്നെയാണ്, ഈ നൗണിന്റെ തന്നെയാണ് ചെയ്യുന്നത്. നൗണിനെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ എ നൗൺ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ടുഗദർ ആക്ട് ആസ് എ നൗൺ. നൗണിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നൗൺ ഫ്രേസ്. ഇത്രയും മനസ്സിലാക്കിയല്ലോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടിയാൽ നൗൺ ഫ്രേസ് മനസ്സിലാക്കാൻ നിങ്ങൾ ഓക്സിലറി വെർബും ഉണ്ടോ എന്ന് നോക്കുക. അത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ ഉള്ളതെടുത്ത് എഴുതരുത്. അല്ലാതെ ഒരു സെന്റൻസിൽ എവിടെയാണോ ഓക്സിലറി വെർബ് തുടങ്ങുന്നത് അല്ലെങ്കിൽ വെർബ് ഉള്ളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി പിന്നെന്താ പറഞ്ഞത്? ഒരു സെന്റൻസിൽ ആദ്യവും വരാം അവസാനവും വരാം, അല്ലാതെ ആദ്യവും അവസാനവുമായിട്ട് വരാം, അല്ലെങ്കിൽ ആദ്യവും വരാം അവസാനവും വരാം. മനസ്സിലായോ? ഇത്രയാണ് നൗൺ ഫ്രേസ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കോളും. ഓക്കെ ആണോ? Okay. ഓക്കെ, താങ്ക് യു. Thank you. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ?
യെസ്. ഓക്കെ, ഗുഡ്. നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ല, ഓൾ ക്ലിയർ ആണ്. നെക്സ്റ്റ് ഒരു ആരാണ്? അഷിത. ഞാൻ ക്ലോസ് എടുക്കും കേട്ടോ. Good afternoon. Good afternoon all. ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് അഷിത, ക്ലോസ് ആണ്. അഷിത കേൾക്കണില്ലേ? കൂൾ ആയിട്ടിരിക്കും. ടെൻഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ ക്ലോസ് ആയോണ്ട് എനിക്ക് കുറച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുണ്ട്. അത് കുറെ ഉണ്ടല്ലോ അത്. നൗൺ ക്ലോസ്, സബ്ജക്ട്, ഒബ്ജക്ട്, സബ്ജക്ട് കോംപ്ലിമെന്ററി. അപ്പൊ ഞാൻ ജസ്റ്റ് നൗൺ ക്ലോസിനെ മാത്രം പറയുന്നുള്ളൂ കേട്ടോ മിസ്സേ, കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, അറിയാവുന്ന പോലെ ക്ലാസ് എടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് എ ക്ലോസ്? ക്ലോസ് എന്താന്ന് വെച്ചാൽ അറിയോ? വാട്ട് ഈസ് എ ക്ലോസ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അതും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ. സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ, അതിനെ പറയുന്നതാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് മീനിങ്. അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവും ക്ലോസിന്. ഇപ്പൊ ഒരു ഹി പ്ലേസ് ക്രിക്കറ്റ് റെഗുലർലി, അവൻ റെഗുലർ ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു എന്നുള്ളത്, അതൊരു ക്ലോസ് ആണ്. അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട് അല്ലെ? അപ്പോ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാലോ, നൗൺ എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും അറിയാം അല്ലെ? ഇറ്റ്സ് എ നെയിം, അല്ലെങ്കിൽ പേഴ്സൺ, അല്ലെങ്കിൽ തിങ്, അല്ലെങ്കിൽ പ്ലേസ്, അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും പറയാം നൗൺ എന്ന് പറഞ്ഞാല്. ക്ലോസ്, നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് നൗൺ ദാറ്റ് ആക്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് നൗൺ. അതിനെ പറയുന്നതാണ് എന്ത്? നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ക്ലോസിന് നമ്മൾ മെയിൻ ആയിട്ട് ടു കാറ്റഗറി ഉണ്ട്. അതിൽ ഏതൊക്കെ? ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് ഡിപെൻഡന്റ് ക്ലോസ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവും, ഒരു കംപ്ലീറ്റ് തോട്ട് നമുക്ക് അതിന് കിട്ടും. ഹി കെയിം, അവൻ വന്നു, അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം അത് അവൻ വന്നു. അതിൽ പിന്നെ നമുക്ക് വേറൊരു ചോദ്യം ഇല്ല അല്ലേ? ഹി കെയിം. പക്ഷെ ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വെൻ ഐ വാസ് സ്റ്റഡിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പൊ നമ്മളവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു അല്ലെ? അപ്പോ ഹി കെയിം വെൻ ഐ വാസ് സ്റ്റഡിങ്, അവൻ വന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നു എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് മീനിങ് ആയി. അപ്പൊ ഡിപെൻഡന്റ് ക്ലോസിൽ വരുന്നതാണ് എന്ത്? നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. നൗൺ ക്ലോസ് ഏത് ക്ലോസിലാണ്? ഡിപെൻഡന്റ് ക്ലോസ് വരുന്നതാണ്. മനസ്സിലാവണ്ട? അപ്പൊ നൗൺ ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ആക്ട് ആസ് എ നൗൺ. നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്ത്? നൗൺ ക്ലോസ് എന്ന് പറയുന്നത് ട്ടാ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൗൺ ക്ലോസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഹൗ ടു ഐഡന്റിഫൈ നൗൺ ക്ലോസ്. ദാറ്റ് ഈസ് എ സബോർഡിനേറ്റ് കൺജങ്ഷൻ. അതെന്താന്ന് വെച്ചാല് ദാറ്റ്, ഹൂ, വാട്ട്, വേർ, അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെൻ ഐ വാസ് സ്റ്റഡിങ്, അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലല്ലേ? അപ്പൊ അതാണ് നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ദാറ്റ്, എന്താ പറയാ, വേറെവർ യു ലൈക്ക്, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ്. അതൊക്കെയാണ് നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. അതൊക്കെ ഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിപെൻഡന്റ് ക്ലോസ് ഇൻഡിപെൻഡന്റ് ക്ലോസുമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡിപെൻഡന്റ് ക്ലോസ്. അതുപോലെ നൗൺ ക്ലോസ് ആക്ട് ആസ് എ സബ്ജക്ട്, സബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, പിന്നെ സബ്ജക്ട് കോംപ്ലിമെന്ററി ആൻഡ് ഇറ്റ് ആസ് എ അപ്പോസിഷൻ. അങ്ങനെ 4 തരത്തിലാണ് നൗൺ ക്ലോസ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ, അലോക്ക് സർപ്രൈസ് മീ. അപ്പൊ അതില് അലോക്ക് സർപ്രൈസ് മീ എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ദാറ്റ് അലോക്ക് സർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായി? അതൊരു മീനിങ്ലെസ് ആയി. അപ്പൊ ദാറ്റ് വെച്ച് ചേർക്കുമ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്? നൗൺ ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഐ സോ സർപ്രൈസ് മീ, അതിൽ വാട്ട് ചേർക്കുമ്പോ അത് നൗൺ ക്ലോസ് ആയിട്ട് വാട്ട് ഐ സോ സർപ്രൈസ് മീ. പിന്നെ ദാറ്റ് ഷീ സെഡ് ദാറ്റ് ഹി ലെഫ്റ്റ്, അതിൽ ദാറ്റ് വന്ന കാരണം അത് നൗൺ ക്ലോസ് ആണ്.
പിന്നെ wherever you like അങ്ങനെ വരുമ്പോഴും അതും ഒരു noun clause ആണ്. പക്ഷെ അതിന് മുന്നേ you can go wherever you like എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് മാറും. ഇത്രയും പറ്റുന്നുള്ളൂ. ഓക്കെ അഷിത, ഇതെന്തൊരു ടെൻഷനാണ്. നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും, പക്ഷെ എന്താണ് ഭയങ്കര ടെൻഷൻ വരുന്നു. എന്താണത്? ഇത് പറ്റി? ഞാൻ ക്ലാസ് എടുത്തിരുന്ന ആളാണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കുറെ നാളായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ഡിഗ്രിക്കൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്ലസ് ടുവിനൊക്കെ. പക്ഷെ ഇപ്പൊ എന്തോ ഭയങ്കര ടെൻഷനും പേടിയും, ഭയങ്കരമായിട്ട് പേടി. ഓക്കെ അഷിത, ക്യാമറ ഓൺ ചെയ്തേ. എന്താണ് പറയൂ, ടെൻഷൻ എന്താണ്? ടീച്ചർ ആയിരുന്നു, പിന്നെ അതൊരു ചാലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണ്ടേ? കുറെ നാളായി ക്ലാസ് എടുത്തിട്ട്, അപ്പൊ ഇനി ഒരു അവസരം കിട്ടിയതാണ്, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണ്ടേ? എന്താണ് ഈ ടെൻഷൻ? അതെ, noun clause-നെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോ ഒരുപാടുണ്ട്. അപ്പൊ എനിക്കൊരു പറ്റുമോ ഞാൻ ഇന്നലെ എന്റെ മക്കളെ ഇരുത്തിയിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്തു. അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ പോലെ പറഞ്ഞൊക്കെ നോക്കി. അവരോട് ശരിയാണോ നോക്കാനൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നുണ്ടോന്നൊക്കെ അറിയാൻ പറ്റി. ഓക്കെ, നൗൺ ക്ലോസ് മനസ്സിലായോ? എനിക്ക് കുറച്ച് മനസ്സിലായി. പക്ഷെ അതിന് ഒരുപാട് വെറൈറ്റീസ് കുറെ ഉണ്ടല്ലോ. അത് അപ്പൊ അതിന് കുറെയാണ്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ മതി. അത് ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെ നമ്മള് ഒരു സെന്റൻസ് തന്നാൽ അതെങ്ങനെ നൗൺ ക്ലോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും? അതെനിക്ക് മനസ്സിലായി. അത് മനസ്സിലായി. അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. എങ്ങനെയാ ആഷിതക്ക് എന്താണോ മനസ്സിലായത് അത് പറഞ്ഞോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ noun clause എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം, അല്ല വാട്ട്, ദാറ്റ്, വേർ, അല്ലെങ്കിൽ വിച്ചെവർ, വാട്ട് എവർ, അങ്ങനെ രണ്ട് ഫേസിലാണ് നമുക്ക് noun clause ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതില് ഒരു സെന്റൻസിന്റെ തുടക്കം അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇറ്റ്, ഇഫ്, വെദർ അങ്ങനെയൊക്കെ തുടക്കത്തിൽ വരുമ്പോ അതൊരു noun clause ആയിരുന്നു മനസ്സിലാക്കാം. അഷിതക്ക് അറിയാം. അഷിതക്ക് എന്താണത് മനസ്സിലായിട്ടുണ്ട്, പഠിപ്പിക്കാനും അറിയാം. പക്ഷെ ഭയങ്കര ടെൻഷൻ. അത് ക്യാമറ ഓൺ ചെയ്തതിന്റെ ടെൻഷനാണോ? അതെ, ഞാൻ ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ ഫേസ് ചെയ്യാറില്ല അറിയാം. അപ്പൊ ഞാൻ അതായിരിക്കും ആദ്യമായിട്ടാണ് ഇപ്പൊ ഓൺ ചെയ്തത്. ഇത് മാറ്റണം. ഓക്കെ, നമുക്ക് ഇപ്പോ എന്തൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് വരാമെന്ന് പറയാൻ പറ്റില്ല അല്ലെ? ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണ്ടേ? ക്യാമറ ഫേസ് ചെയ്യൂ. കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല, സുന്ദരിയാണ്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്യാമറ തീരെ ഓൺ ആക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഇപ്പൊ ഓൺ ആക്കിയ. ആണോ? കുഴപ്പമില്ല, നല്ലതാണ്. ഇത് വെയിറ്റ് ചെയ്യും കേട്ടോ. അഷിത പോവരുത്, ക്യാമറ ഓഫ് ചെയ്യരുത്. ബാക്കി സ്റ്റുഡൻസ്, അഷിതയുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നോ? പറയൂ. ടെൻഷന്റെ ആണ് മിസ്സേ. അല്ലാതെ ആൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ടെൻഷൻ കാരണം പറയാൻ പറ്റുന്നില്ല, അതാണ് കുഴപ്പമുള്ളൂ. അതായത് അവനവന്റെ ഫേസ് സ്ക്രീനിൽ കണ്ടപ്പോൾ ടെൻഷൻ ആയിരുന്നോ? സത്യം പറയണോ? അതെ, അതാണ്. ഓക്കെ, അതെന്താ ടെൻഷൻ? നമ്മൾ സ്നേഹിക്കണ്ടേ അല്ലേ? കണ്ണാടി നോക്കുമ്പോ നമ്മളിങ്ങനെ അയ്യോ എനിക്ക് ടെൻഷൻ വരുന്നു, അങ്ങനെയാണോ? ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്ലാസ് എടുത്ത് നോക്കിയിരുന്നത് പോലും, കാരണം ക്യാമറ ഓൺ ആക്കി ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ക്യാമറ ഓൺ ആക്കിയിട്ടൊക്കെ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കി. പക്ഷെ ഇവിടെ വന്നപ്പോ ക്യാമറ ഓൺ ചെയ്തപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കുറെ പേരുണ്ട്. അതാണ് ടെൻഷൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആയ? മാറിക്കോളും. ഇടയ്ക്ക് ക്യാമറ ഓൺ ആക്കി നോക്കിയാൽ മതി. അത് ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്ന് വർക്ക് കൊടുത്താൽ മതി, അപ്പൊ ശരിയായിക്കോളും. അതെ, ഞാൻ വർക്ക് തരുന്ന ആളാണ്. ഈ വർക്ക് തരാം. ഓക്കെ, എന്റെ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കാം. ഇപ്പൊ അഷിതൊക്കെ ഓക്കെ ആയില്ലേ? കുഴപ്പമൊന്നുമില്ല. ഇതിലും ബെറ്റർ ആയിട്ട് ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇപ്പൊ? നെക്സ്റ്റ് നോക്കാം എന്തായാലും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല എല്ലാവരും ഫസ്റ്റ് ടൈം അല്ലേ? നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്തവരല്ലേ? എല്ലാവരും. പക്ഷെ എന്താണ്, നമ്മുടെ ടെൻഷനൊക്കെ മാറ്റി വെക്കുക. നമ്മൾ കുറെയൊക്കെ സ്വയം മാറണ്ടേ? അഷിതയാണ് ഇതിക്ക് മുന്നേ എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചത്. ഇൻട്രോവേർട്ട് ആണ്. എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മില്? ഇല്ല. അപ്പൊ വേറെ ക്ലാസ്സിലാണ് ഒരു സ്റ്റുഡന്റ് ഉണ്ട്.
ഇൻട്രോവേർട്ട് ആണ്. പണ്ട് സ്കൂളിൽ പോലെ ടീച്ചറായിട്ട് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ, എന്നിട്ട് ഞാൻ പോയിട്ടില്ല. വെരി ഗുഡ്, നല്ല കാര്യം. മിസ് പുകഴ്ത്തിയതാണോ കാര്യമാക്കിയതാണോ? എന്തോ മിസ് പുകഴ്ത്തിയതാണോ കാര്യമാക്കിയാണോ ചോദിക്കുക? ഇല്ല, കേട്ടില്ല. മിസ് പുകഴ്ത്തിയതാണോ വെരി ഗുഡ് എന്ന് വെച്ചിട്ട്? അതൊക്കെ ഞാൻ പുകഴ്ത്തിയാണല്ലോ എന്നൊക്കെ മനസ്സിലായി. മിസ് എല്ലാവരും നാളെ തൊട്ട് മിസ്സിന്റെ ക്ലാസ്സിൽ എല്ലാവരും നാളെ തൊട്ട് ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറയും മിസ്. അപ്പൊ കുറെ ഒക്കെ ഇപ്പൊ ടെൻഷൻ അങ്ങനെ പൊക്കോളും. എല്ലാവരും ഫേസ് കണ്ട് എനിക്കും കൂടെ ഒരു പരിചയം വരും. നിങ്ങൾ കോൺവെക്കേഷൻ വരുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങൾ ആരെന്നൊന്നും. ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. കാണുമ്പോൾ എനിക്ക് പറയാം അയച്ചതല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്താൽ നല്ല കാര്യം. ഓക്കെ, പിന്നെ എനിക്ക് അധികം പോസ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ, പോസ് ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മാറും. ഓക്കെ, ഇതാണ് ഇപ്പൊ ഏകദേശം കംഫർട്ടബിൾ ആയി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഈ ടെൻഷൻ എടുക്കുന്നത്. ഓ, തീവ്രത കിടക്കുന്നു. എന്താണ് മാറ്റി ഇത്രയും ടെൻഷൻ എടുക്കും? കൂളായിട്ടിരിക്കും. ഓക്കെ ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തോളൂ, ടെൻഷൻ അടിക്കല്ലേ. രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ മിസ്. നൗൺ ക്ലോസ് എടുക്കാൻ ഇനി 2 പേരും കൂടി ഉണ്ട്. നെക്സ്റ്റ് വീക്ക് എടുക്കാന്ന് പറഞ്ഞത്. എടുത്തതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അറിയാലോ, ആൾ ടെൻഷൻ അടിച്ചാണ് ക്ലാസ് എടുത്തത്. ആളെ കുറ്റപ്പെട്ട കാര്യമില്ല. ആൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അഷിത മാറ്റണം കേട്ടോ. എപ്പോഴും നോക്കണം. ഓക്കെ അഷിത. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ നൗൺ ക്ലോസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറയണം കേട്ടോ. കുറച്ച് ക്ലിയർ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അതൊന്ന് ചോദിക്കാം. നെക്സ്റ്റ് ആരെടുക്കാൻ പറ്റുന്ന വെച്ചാൽ അവര് ചോദിക്കാം. എല്ലാവരും എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ. എല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇല്ല ആര് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു, ആര് മോശം ക്ലാസ് എടുക്കുന്നു എന്ന് ആരും ജഡ്ജ് ചെയ്യാൻ വരുന്നില്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അത്രയും മാത്രം ക്ലിയർ ആയിരിക്കുക. നന്നായിട്ട് ക്ലാസ് എടുക്കുക, പറഞ്ഞു കൊടുക്കുക. ക്ലാസ് എടുക്കുന്ന ചിന്തിക്കണ്ട, പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇല്ലെന്ന് തന്നെ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എന്നെ കണ്ട് ഇവർക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, അപ്പോ നിങ്ങളുടെ മുന്നിൽ കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുക. അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുക. ശരിക്കും കുഞ്ഞു കുട്ടികളാണ് അല്ലേ? സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു ഏജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാൻ നോക്കാം കേട്ടോ. ടെൻഷനേ വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ആരാ? അവര് നെക്സ്റ്റ് വീക്ക് പറയാന്ന് പറഞ്ഞേ. എന്തോ അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞത് അവര്. ഞാൻ പറഞ്ഞത് വെറുതെ. നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ ടെൻഷൻ? എന്താണ് എന്തോ അനുമോൾക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. നമ്മള് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ആ സമയത്ത് ഈ ടെൻഷൻ ഉണ്ടല്ലോ, അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് ടീച്ചേഴ്സിനൊക്കെ ടെൻഷൻ വേണ്ടേ? എന്തുകൊണ്ടാ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ? പരിചയമായോണ്ടായിരിക്കും. ആവണ്ടേ അല്ലെ? എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ആവണ്ടേ? ഫസ്റ്റ് നിങ്ങളെ പോലെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ക്ലാസ് എടുത്തപ്പോ. പിന്നെ അത് മാറി. കാരണം ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് പഠിപ്പിക്കണം, എന്റെ ഒരു പാഷനാണ്. എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹമാണ് അല്ലെ ടീച്ചർ ആകണം. ആ ഒരു മൊമെന്റിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്തേ പറ്റൂ. ഒരുപാട് ക്ലാസ്സസ് എടുക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ വലിയ ടെൻഷൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, ഓക്കെ ആണോ? കുറച്ചു പേരൊക്കെ ക്യാമറ ഓൺ ചെയ്യാനുണ്ടല്ലോ. എന്ത് പറ്റി? ആരും കാണുന്നില്ല. നമുക്കൊന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കിയാലോ എല്ലാവരും? ക്ലാസ് എടുത്തിരുന്ന് ടെൻഷൻ പൊക്കോളും മിസ്സേ. ടെൻഷനൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ടെൻഷൻ ഉണ്ടാവുള്ളൂ, പിന്നെ എങ്കോ പൊക്കോളും. പിന്നെ നമ്മളല്ലേന്ന് ഓർത്താൽ മതി. തെറ്റാലിപ്പോ എന്താ, ഇത്ര പേരല്ലേ ഉള്ളോ? അതെ, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ ഫ്രണ്ടാണ്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്ലാസ് എടുത്തിട്ട് ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെയാ നമ്മൾ പഠിക്കുക കേട്ടോ. ഓക്കെ, മേ ബി എവിടെ നോക്കിയിരിക്കുക? ഇതാണ് ക്യാമറ ഓട്ടോടെ കൂടാം. എന്താ ചെയ്യുന്നത്?
മിസ് ശരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുക്കണേക്കാളും ഒരു മോക്ക് ടെസ്റ്റ് പോലെ എനിക്ക് ഇതും ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്താൽ എവിടേക്ക് ഫോൾട്ട് ഉള്ളത് എന്നൊക്കെ നമുക്ക് തന്നെ ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ശരിക്കും സ്കൂളിലാകുമ്പോൾ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണ്ട അറിയണമെങ്കിൽ. ഇതാകുമ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ എടുത്തതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആവും. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്ത് പോവാണെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ടെൻഷൻ വരില്ല. അഥവാ ആരെങ്കിലും പാരന്റ്സ് ആണെങ്കിൽ ഒരു കംപ്ലൈന്റ് പറഞ്ഞു വന്നാൽ പോലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എന്തായാലും കംപ്ലൈന്റ്സ് ഫസ്റ്റ് വരും കേട്ടോ. അത് അല്ലാതെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോ പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ചില വ്യക്തികൾക്ക് പറയാം. അതൊക്കെ ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ എന്റെ സൈഡ് ഓക്കെ ആണ്, ക്ലിയർ ആണ്, ഒന്നും അവിടെ പോയി വാദിക്കേണ്ട. മിസ്റ്റേക്ക് ആയിരിക്കാം, അത് അക്സെപ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യാം. അത് ഏറ്റവും നമുക്ക് ഗുണമാണ്. മനസ്സിലായോ? കാരണം ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ നമ്മളിതൊക്കെ ഓർക്കും. ഫസ്റ്റ് മിസ്റ്റേക്ക് വന്ന എന്താണോ പിന്നെ നമ്മൾ ഒരിക്കലും അത് ആവർത്തിക്കില്ല. അപ്പൊ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മനസ്സിലാവില്ല നിങ്ങൾക്കത്. എപ്പോഴെങ്കിലും ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോഴാണ് ക്ലാസ് ഒക്കെ എത്രയോ നന്നായിരുന്നു നിങ്ങൾ ആ ടൈമിൽ ആലോചിച്ചിട്ട്. അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരെ എടുക്കുക. ഓക്കെ, യൂസ് ചെയ്യാം. ഇനിയും കുറെ പേര് ക്യാമറ ഓൺ ചെയ്യാറുണ്ട്. എന്താണ് ക്യാമറ ഓൺ ചെയ്യാത്തത്? എന്റെ റീസൺ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണോ? പറഞ്ഞേ, സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ക്യാമറയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? മിസ്സേ കേക്കുന്നുണ്ടോ? ശരി, മോൾ പറയൂ. മിസ്സേ ഞാനേ ഓഫീസിലിരിക്കുവാണേ, അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഓഫീസിൽ ഇരുന്നോണ്ടാണ്. ഓക്കെ പയ്യെ സംസാരിക്കാം. ഓക്കെ കേട്ടോ, കേട്ടിരുന്നോളൂ. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ ക്യാമറ ഓൺ ചെയ്യുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ ഫേസ് കാണുമ്പോ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യുന്നില്ല? തോന്നുന്നുണ്ട്, മേ ബി എന്ന് തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞേ. മാറിപ്പോയി. ഞാൻ മോളാക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പം വേറെ തലവേദന എണീറ്റ് വന്ന് ഫുഡ് കഴിക്കണുണ്ടായിരുന്നോളൂ. അതാ ക്ലാസ് ഒക്കെ കേട്ടിരുന്നോ? സത്യം പറയണം. ഞാൻ 2 മണി ആവാറ് ഇപ്പോഴേ കേറിയേ. കേട്ടിട്ടില്ല. അപ്പൊ ക്യാമറ ഓൺ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഫേസ് കാണാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ? ഇല്ല. ക്യാമറ ഓൺ ചെയ്യാ. ക്യാമറ ഓൺ ചെയ്ത് നമുക്കത് യൂസ്ഡ് ആവും. നമ്മൾ തന്നെ കണ്ടു നമുക്കത് യൂസ്ഡ് ആവും. ആദ്യം എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ ഫേസ് എനിക്ക് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ ക്ലാസ് എടുക്കാന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്റെ ഫേസ് കാണുമ്പോൾ കുറച്ച് ഇഷ്ടം തോന്നണമല്ലോ, നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നണ്ടേ. അപ്പൊ അതിന് കുറെയൊക്കെ നമ്മൾ മാറി. ഞാൻ കുറെയൊക്കെ മാറി കേട്ടോ. അപ്പൊ ക്യാമറ കാണുമ്പോൾ ഓക്കെ കൊള്ളാം, അത്യാവശ്യം കൊള്ളാന്ന് നമുക്ക് തോന്നണമല്ലോ. അങ്ങനെയൊക്കെ ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഓക്കെ ആവാൻ നോക്കാം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ക്യാമറയിൽ നോക്കുമ്പോൾ പൊതുവെ നമ്മളെല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ, ഇല്ലെന്ന് പറയണ്ട. അതെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടാ. അപ്പൊ ക്യാമറ കാണുമ്പോൾ നമുക്ക് തന്നെ ഓൺ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. നമ്മളെങ്ങനെ കാണട്ടെ എന്നൊരു തോട്ട് നമുക്ക് വരും. ഓക്കെ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മതി. ഞാൻ പോസ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോ ഓൺ ചെയ്യാം, സംസാരിക്കുക. പിന്നെന്താണ്, പിന്നെ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പോഴും ഈ ഒരു പ്രോബ്ലം വരില്ല. ഓക്കെ, ഇതാണെങ്കിലും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിലേക്കാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. ഓഫ്ലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആണ് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, കാലം മാറിയല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ, ക്ലാസ് എടുക്കാലോ. നെക്സ്റ്റ് ടൈം നന്നായിട്ട് ക്ലാസ് എടുക്കുക. എല്ലാവരും തന്നെ നന്നായിട്ട് ക്ലാസ് എടുക്കുക. ടെൻഷൻ ഒന്നും വേണ്ട. എടുക്കുന്ന പോർഷൻസ് ആണെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റും. എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു ടീച്ചർ ഉണ്ട്. മനസ്സിലായോ? അത് നമ്മൾ പൊടിതെട്ടി എടുക്കണം, ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കണം എന്ന് മാത്രം. ഓക്കെ, ഓക്കെ ആണല്ലോ. എന്താണ് സീരിയസ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്? ഫേസ് കാണുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്ലാസ് എടുക്കാം. ഇനിയുള്ളത് നൗൺ ക്ലോസ് ആണ്. അതിനുശേഷം ആഡ്വർബുകൾ പോകണമെന്നുണ്ട്. പതുക്കെ ക്ലാസ് എടുക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾസ് വെച്ച് ക്ലാസ് എടുക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മൾ പഠിച്ച കാര്യം നമ്മൾക്ക് അറിയോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയണ്ടേ.
അതിനെന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കും മനസ്സിലാവും, കേൾക്കുന്നവർക്കും കുറച്ച് ഓക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എടുത്തത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടീച്ചറോട് തന്നെ ചോദിക്കുക. ക്ലാസ് എടുക്കുന്ന ആരാണോ അവരോട് തന്നെ ചോദിക്കുക. അപ്പോ ഡൗട്ട് വരുമ്പോ ടീച്ചർക്ക് അറിയില്ലെങ്കിൽ പോലും അത് സെർച്ച് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അയ്യോ ചോദിച്ചത് മനസ്സിലായില്ലല്ലോ, അതെനിക്ക് അറിയണമല്ലോ എന്നൊക്കെ തോട്ട് അവർക്കും വരും. അതുകൊണ്ട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുക. അങ്ങനെയാണ് ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ ജനിച്ചു വന്നപ്പോഴേ ഡൗൺ ക്ലോസ് ആയിട്ട് വന്നോളല്ല അല്ലെ, പഠിച്ചതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഗ്രാമർ എല്ലാവരും ഞാൻ പഠിച്ചു ക്ലാസ് എടുക്കുന്നവരാണ് നമുക്ക് എന്താ എക്സ്പീരിയൻസ് ആവുക. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ഡൗട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് എന്താണ്, ഞാൻ ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല. ക്ലാസ്സിലൊക്കെ ഓരോ എല്ലാം അറിയുന്നവരാണോ ടീച്ചേഴ്സ്? ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം, അതിന് ഞാൻ പഠിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എനിക്ക് ഗുണമാണ്, കാരണം കുറെ അറിവുകൾ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഒരു കാര്യമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൗട്ട്സ് വരുന്ന വ്യക്തി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതുകൊണ്ട് ഡൗട്ട്സ് എപ്പോഴും ചോദിക്കണം. ഓക്കെ ഓക്കെ ആണല്ലോ, എല്ലാം സമ്മതിക്കുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടിരിക്കൂ. ശ്രദ്ധിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇരുന്നാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ഹാപ്പി ആണല്ലോ. എന്തൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നത്? കൊള്ളാട്ടോ, ഇതാണ് നല്ലത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് കേൾക്കണം കേട്ടോ. എനിക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാ ഇരിക്കുന്നത്, എങ്ങനെയൊക്കെയാ കേൾക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഫേസ് കാണാൻ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, കംഫർട്ടബിൾ ആണോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ? ഓക്കെ, കാരണം ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലുള്ള സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാമറയിൽ, ബാക്കി എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലോ. പക്ഷെ ചില സമയത്ത് എല്ലാവരും ക്യാമറ ഓൺ ചെയ്യും, നമുക്ക് ടെൻഷൻ വരും, കാരണം ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ. മനസ്സിലായോ? ആദ്യം നമ്മൾ പ്രൊഫൈൽ പിക്ചർ മാത്രമേ കാണുള്ളൂ, പക്ഷെ ക്യാമറ ഓൺ ചെയ്യും, ഇത്രയും പേരെന്നെ നോക്കിയിരിക്കണം നമുക്ക് തോന്നും, ടീച്ചേഴ്സിന് തോന്നും. അത് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്, ഇത്രയും മുമ്പിൽ നിന്ന് ക്ലാസ്സിൽ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, അപ്പൊ ഇനി സൈൻ ഔട്ട് പറയാം, മൈൻഡ് അപ്പ് ചെയ്യാം. മേ ബി എന്തോ തിരക്കിലാണ്, പണിയിലാണ്, പല പല കാര്യം. ഓക്കെ, സൈൻ ഔട്ട് പറയാം കേട്ടോ. Okay, miss. Good afternoon, miss, and good afternoon all. Today's class was very good. We learned many new things. Thank you to the miss. എന്താണ് ക്യാമറ ഓൺ ചെയ്യാത്തെ? സൈൻ ഔട്ട് പറയൂ. Good afternoon, miss, and good afternoon all. Today's class was very good. We learned many new things. Thank you to the teacher who taught you, and to my friends, and to all my friends. Sign out by Archana. അപ്പൊ നോക്കിയാണ് ഇതൊക്കെ വായിക്കണം നിങ്ങൾ എല്ലാവരും. ആണോ? സൈൻ ഔട്ട് നോക്കിയാണോ വായിക്കുന്നേ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കി വായിക്കരുതേ. ഇതൊക്കെ ക്യാമറ ഓൺ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുമോ? കൊള്ളാം. നോക്കിയല്ല, നോക്കി വായിക്കാൻ തെറ്റൊന്നുമില്ല, പക്ഷെ ഇത് പഠിച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യണേ. ഓക്കെ, പെട്ടെന്നായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാടാ. സോ താങ്ക് യു ഓൾ. See you next class. Okay, bye. Thank you, ma'am. Thank you, ma'am. ഗോപിക, ഓ സൂപ്പർ ആയിരുന്നു കേട്ടോ ക്ലാസ്, നന്നായി മനസ്സിലായി. ഓ ആയിക്കോട്ടെ. വിന്ദിജ എവിടെയായിരുന്നു ഇത്ര നേരം? വീഡിയോ ഓഫ് ആക്കി വെച്ചിരുന്നില്ല. മിസ് ഇനി അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരോടും പേര് വിളിക്കാൻ പറയണം, അപ്പൊ എല്ലാവരും വരും. ലുതിയും ജയശ്രീക്ക് അവിടെ പോയി. ഇന്ന് പക്ഷെ മിസ് പറഞ്ഞിട്ട് ഓണാക്കിയിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ ഞാൻ ക്ലാസ് ഓണാക്കി വെച്ചിട്ടേ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു താഴെ, അതുകൊണ്ടാ. അടിപൊളി. ജയശ്രീ ഇവിടെ പോയിട്ടുണ്ടോ? ജയശ്രീയുടെ മോന് നാളെ ടൂറുണ്ട്, അപ്പം ടൂറിന് പോകുന്നതിന്റെ കുറച്ച് പർച്ചേസ് ഉണ്ടോ കാരണം അതിന് പോയി.
നൗൺ ഫ്രേസ് നന്നായി മനസ്സിലായിട്ടോ, ഒരു ഡൗട്ട്. പക്ഷെ ഇനി നൗൺ ക്ലോസ് ആണ് ഡൗട്ട്. അതൊന്നും മനസ്സിലായില്ല. ഉള്ളത് പറയാലോ. അതെ. ദീപ ഉണ്ട്, പിന്നെ മെബി ഉണ്ട് ഇനി ക്ലാസ് എടുക്കാന് നൗൺ ക്ലോസ്. മനസ്സിലാവായിരിക്കും. ഞാൻ അന്നത്തെ ദിവസം ഇല്ലാത്തത് ഭാഗ്യം. ഞാൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പെട്ടേനെ. വിൻഡ്രിജ ഇനിയും എന്തോ? വരുന്നുണ്ട് ചാപ്റ്റേഴ്സ് ഇനിയും വരുന്നുണ്ട്. അടുത്ത പണി മിസ്സിനോട് തരാൻ പറയണം കേട്ടോ രമ്യ, നമുക്ക് അതെ. ഓർമ്മിപ്പിക്കണം. അതെ, ഇതിപ്പോ ഉണ്ടല്ലോ, നമുക്ക് പണി തന്നവർ തന്നെ കുറെ പേര് നൈസായിട്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അവരുടെ പേരൊക്കെ നമുക്ക് അടുത്തതില് ആഡ് ചെയ്യണം. എല്ലാ ഗ്രൂപ്പിനും ഓരോരുത്തർ 2 പേര് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടാ. ഞാനന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതാണ്. ഇല്ലെങ്കിൽ ഞാൻ പേര് കൊടുത്തേനെ. മിസ് എന്നെയും വിൻഡ്രിജ, ഐശ്വര്യ ഞാൻ അതിന് പേര് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എന്റെ ചേച്ചി പിന്നെ പ്രഫുല്ലയാണ് പറഞ്ഞത്, ചേച്ചി ആ പ്രഫുല്ല എടുക്കേണ്ടതൊന്നും എടുക്കണേന്ന് പറഞ്ഞു. അവൾക്ക് ജോലിയായല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാം എന്ന് പറഞ്ഞു. പിന്നീട് വന്നതാണ് അന്ന്. പക്ഷെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, അയ്യോ പേര് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെയല്ലേ ഇപ്പൊ കിട്ടുന്ന എല്ലാത്തിലും ഗോപി ചേച്ചി ലാസ്റ്റ് വരും, പക്ഷെ അടിപൊളിയാക്കി പോവുകയും ചെയ്യും. ഞാൻ നമ്മളെ റോൾ പ്ലേ അങ്ങനെയായിരുന്നില്ലേ? ഇടയിൽ കയറി വന്നാണല്ലോ, പക്ഷെ ആ ചാൻസ്. റോൾ പ്ലേയിലും ഞാനില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞില്ല ആ പേരെങ്ങനെയാ വരുന്നേ കൊടുക്കുന്നതെന്നൊന്നേ, അങ്ങനെ പറ്റിയതാ. ഇത് ജയശ്രീയോട് ഞാൻ പറയാം, അയ്യോ കഷ്ടായിപ്പോയി എന്ന് പറയുമ്പോൾ ജയശ്രീയാണ് ആണോ ചേച്ചിക്ക് താല്പര്യം ഉണ്ടോ, എനിക്ക് അങ്ങനെ പറയും, എപ്പോഴും പറയും. അതെന്താ പറയാ രമ്യ, ഗോപികയുടെ നല്ല സൗണ്ടാണ്. അതെയോ? സത്യം പറഞ്ഞ ഇതിലൊക്കെ കയറിയപ്പോഴാണോ ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലായത്. ഇതുവരെ എന്നെ ആർക്കും അറിയില്ലായിരുന്നു. അല്ല, ക്ലാസ് എടുത്തോണ്ടാ മനസ്സിലായത്. നമുക്ക് ഓരോരുത്തർക്ക് എത്ര ടാലന്റ് ഇങ്ങനെ, കാരണം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പി എസ് സിക്ക് പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പി എസ് സി ക്ലാസ് ആണേ ഉള്ളൂ, വലിയ കുട്ടികളാണെന്നേ ഉള്ളൂ. വെറുതെ അല്ലാട്ടാ, വലിയ കുട്ടികൾക്ക് 1 വർഷം ഞാൻ തുടങ്ങിയിട്ട്. എന്റെ സ്വന്തം സ്ഥാപനം ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ 3 പേരുണ്ട് എന്റെ ക്ലാസ്സില്. ഓൾറെഡി ടീച്ചറാണ്, അപ്പൊ പിന്നെ പേടിക്കാല്ല. ഇല്ലടാ, ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങളുടെ എല്ലാം റെക്കോർഡാണ് കേട്ടോ, എല്ലാരും കേട്ടോളൂ. എല്ലാം റെക്കോർഡ് പോയിട്ടില്ല. എന്നും പണി കിട്ടും. ശരി എന്നാ. ശരി ശരി.